സ്വപ്നത്തിൻ്റെ ചിറകുകൾ. ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ പേര് കുളത്തൂർ. ആ ഗ്രാമത്തിൽ ഒരു ചെറിയ വീടും അതിലൊരു അമ്മയും മകനും താമസിച്ചിരുന്നു. മകൻ്റെ പേര് ആദിത്യൻ. അവൻ്റെ കണ്ണുകളിലെന്നും ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. ആകാശത്തിൽ തൊടാനുള്ള സ്വപ്നം. ആദിത്യൻ്റെ അച്ഛൻ അവൻ ചെറുതായിരുന്നപ്പോൾ തന്നെ മരിച്ചു. അമ്മ വീട്ടുജോലികൾ കൊണ്ടാണ് അവനെ വളർത്തിയത്. ദാരിദ്ര്യം അവരുടെ ജീവിതത്തിൽ ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ ഒരിക്കലും തൻ്റെ മകൻ്റെ സ്വപ്നങ്ങളെ ചെറുതാക്കി കണ്ടില്ല. ആദ്യത്തിന് വിമാനങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. ആകാശത്ത് ഒരു വിമാനം പറക്കുമ്പോൾ അവൻ എല്ലാം മറന്ന് അതിനെ നോക്കി നിൽക്കും. അമ്മേ, ഞാൻ ഒരിക്കൽ വിമാനം പറത്തും, അവൻ പറഞ്ഞപ്പോൾ അമ്മ സ്നേഹത്തോടെ ചിരിച്ചു. നീ മകനെ ഒരിക്കൽ പറയുന്നത് സത്യമായി തീരും, അമ്മ പറഞ്ഞു. സ്കൂളിൽ പോവാൻ അവൻ ദിവസവും 5 കിലോമീറ്റർ നടന്നു. ചില ദിവസങ്ങളിൽ ഭക്ഷണം പോലും ഇല്ലാതെ അവൻ സ്കൂളിൽ പോയിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും അവൻ പഠനം ഉപേക്ഷിച്ചില്ല. അധ്യാപകർ അവൻ്റെ കഴിവും പരിശ്രമവും മനസ്സും കണ്ട് അവനെ പ്രോത്സാഹിപ്പിച്ചു. ഒരു ദിവസം സ്കൂളിൽ പരിപാടി ഉണ്ടായിരുന്നു. എല്ലാവരോടും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയാൻ ടീച്ചേഴ്സ് ആവശ്യപ്പെട്ടു. ചിലർ ഡോക്ടറുമാകണമെന്ന് പറഞ്ഞു, ചിലർ പോലീസ് ആകണമെന്ന് പറഞ്ഞു. ആദ്യത്തിൻ്റെ സമയമെത്തിയപ്പോൾ അവൻ ശാന്തമായി പറഞ്ഞു, ഞാനൊരു പൈലറ്റാകും, എൻ്റെ അമ്മയെ ആകാശത്ത് കൊണ്ടുപോകും. കുട്ടികൾ ചിലർ ചിരിച്ചു. നിന്നെപ്പോലുള്ള ആൾക്ക് ഒരിക്കലും ഒരു പൈലറ്റാകാനാകില്ല, അവർ പറഞ്ഞു. ആ വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. പക്ഷെ അവൻ തോറ്റില്ല. ആ വേദനയെ തൻ്റെ ശക്തിയാക്കി അവൻ മാറ്റി. കാലം കടന്നുപോയി. ആദിത്യൻ രാത്രിയും പകലും പഠിച്ചു. പലപ്പോഴും വെളിച്ചമില്ലാത്തപ്പോൾ അവൻ ചെറിയ വിളക്കിൻ്റെ വെളിച്ചത്തിൽ പോലും പഠിച്ചു. അമ്മയുടെ കയ്യിലെ മുറിവുകൾ കണ്ടപ്പോൾ അവൻ കൂടുതൽ പരിശ്രമിച്ചു. ഒരു ദിവസം അവൻ സ്കോളർഷിപ്പ് നേടി. അത് അവൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. അവൻ നഗരത്തിലേക്ക് പോയി. അവിടെ കൂടുതൽ കഷ്ടപ്പെട്ടു. ചിലപ്പോൾ തോറ്റു പോകുമെന്ന് തോന്നി. പക്ഷേ അമ്മയുടെ വാക്കുകൾ അവൻ്റെ മനസ്സിന് മുഴങ്ങി. നീ വിശ്വസിക്കുന്നതൊക്കെ ഒരിക്കൽ സത്യമായി തീരും. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ആകാശത്ത് ഒരു വലിയ വിമാനം പറന്നു. ആ വിമാനത്തിൻ്റെ കോക്ക്പിറ്റിൽ ഇരുന്നത് ആദിത്യനായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. കാരണം അവൻ തൻ്റെ സ്വപ്നം നേടിയിരിക്കുന്നു. അവൻ ആദ്യമായി അമ്മയെ വിമാനത്തിലിരുത്തി. വിമാനം ആകാശത്തുയരുമ്പോൾ അമ്മയുടെ കണ്ണുകൾ സന്തോഷത്തോടെ നിറഞ്ഞു. അമ്മേ, ഞാൻ പറഞ്ഞതൊക്കെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? അമ്മ സ്നേഹത്തോടെ പറഞ്ഞു. എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് മകനെ, നീ എൻ്റെ അഭിമാനമാണ്. ആകാശത്ത് നിന്ന് താഴെ നോക്കുമ്പോൾ തൻ്റെ ചെറിയ ഗ്രാമം അവൻ കണ്ടു. ആ ചെറിയ വീടും കണ്ടു. അവൻ്റെ മനസ്സിൽ ഒരു വലിയ സത്യം തെളിഞ്ഞു. ദാരിദ്ര്യം ഒരു തടസ്സമല്ല, അത് ഒരു പരീക്ഷണമാണ്. വിശ്വാസവും പരിശ്രമവും കൂടെ ഉണ്ടെങ്കിൽ ഏത് സ്വപ്നവും സത്യമായി തീരും. ആദ്യൻ്റെ കഥ ഗ്രാമത്തിലെ കുട്ടികൾക്കൊരു പ്രയോജനമായി. സ്വപ്നം കാണാൻ പേടിക്കരുത്, സ്വപ്നം കാണുന്നവരാണ് ലോകം മാറ്റുന്നത്, അവർ പറഞ്ഞു. ആ ആകാശത്തിൽ നിന്ന് ആ ഗ്രാമത്തിലെ കുട്ടികൾ ആകാശത്തിൽ നോക്കുമ്പോൾ അവർ ഒരു വിമാനം മാത്രമല്ല കണ്ടത്, അവർ അവരുടെ സ്വപ്നങ്ങളെ കണ്ടു. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? അതൊരു സത്യമാണ്. നമ്മുടെ സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മളെ നിർവചിക്കുന്നില്ല. നമ്മുടെ മനസ്സും പരിശ്രമവുമാണ് നമ്മളെ നിർവചിക്കുന്നത്. സ്വപ്നം കാണുക, വിശ്വസിക്കുക, പരിശ്രമിക്കുക. ഒരു ദിവസം നിങ്ങൾക്കും നിങ്ങളുടെ ആകാശം സ്വന്തമാക്കാം.